ശശി തരൂരിൻ്റെ പുതിയ ലേഖനം വന്നിരിക്കുകയാണ്. അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിരവധി ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു ബീഹാർ ഇലക്ഷൻ സമയത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ശശി തരൂരിക്കും അടിക്കടി കോൺഗ്രസിന് ഒരു തലവേദനയാവുകയാണോ? തീർച്ചയായിട്ടും ഷിബിലി പറഞ്ഞ പോലെ ശശി തരൂർ അടിക്കടി ഒരു തലവേദനയാവുകയാണ് എന്ന് മാത്രമല്ല, ശശി തരൂരിന് എങ്ങനെ ആര് മറുപടി പറയും എന്ന് പറയുന്ന വിഷമവൃത്തത്തിലാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസ്സിന് ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാനൊന്നും കഴിയില്ല. കാരണം പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ ആദ്യം ഈ ലേഖനം വരുകയും ഇതിനു മുൻപ് ഏതാണ്ട് കഴിഞ്ഞ ഏപ്രിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു അടിയന്തരാവസ്ഥക്കെതിരെ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ലേഖനം വരുന്നത്. ആ ലേഖനം എടുത്ത് മംഗളം പത്രം വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ലേഖനം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർ ആദ്യം തന്നെ ഒന്നറിയണം. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് തന്നെ ഇതാണ്: ഇന്ത്യൻ പൊളിറ്റിക്സ് ആർ ഫാമിലി എൻ്റർപ്രൈസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു ഫാമിലി ബിസിനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് പാരമ്പര്യമായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്, അതായത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ചാണ്. ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും നല്ലതല്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നത്. അതിൽ അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ ഒരു വരി പോലും കളയാനില്ല, ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് വില്ലേജ് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. വില്ലേജ് കൗൺസിൽ മുതൽ പാർലമെൻറ്റ് വരെ ഇത്തരത്തിൽ പാർലമെൻറ്റ് വരെ 149 ഫാമിലികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഭരിക്കുന്നത്. അതിലുള്ള മൾട്ടിപ്പിൾ മെമ്പേഴ്സാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് 2009 ഇലക്ഷനിൽ ഒരു വിശദമായിട്ടുള്ള പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം, അതായത് 45 വയസ്സിൽ താഴെയുള്ള MP-മാരിൽ 2/3 ഭാഗവും തന്നെ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ ഇതുപോലെ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിലേറ്റീവ്സ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഗുണകരമല്ല എന്നും ഇന്ത്യൻ രാഷ്ട്രീയം ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ നിന്ന് ഒരു മെറിറ്റോക്രസിയിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, അതായത് ജമ്മു കാശ്മീരിൽ അബ്ദുള്ള മുതൽ ഇങ്ങ് നമുക്കറിയാം DMK-യിൽ സ്റ്റാലിനും അതുപോലെ മകനും കരുണാനിധിയും ഒക്കെ ഭരിക്കുന്നത് മുതലുള്ള നിരവധി ഡീറ്റെയിൽസ് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതി വെക്കുന്നത് മുലായം സിംഗ് യാദവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് വരുന്നുണ്ട്. ഭാഗ്യത്തിന് അദ്ദേഹം ഒരൊറ്റ കാര്യം വിട്ടുപോയിട്ടുള്ളൂ, അത് ലല്ലു പ്രസാദ് യാദവും തേജസ്വി യാദവുമാണ്. അതിപ്പോൾ ബീഹാർ ഇലക്ഷനിലെ പറയേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ലേഖനത്തിന് തുടക്കത്തിൽ തന്നെ കൊടുത്തേക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് വളരെ യങ്ങായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ വലിയ ഫോട്ടോയുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഇദ്ദേഹം വരുന്ന ഒരു ഫോട്ടോയും കൂടിയാണ് കൊടുത്തേക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ അർത്ഥഗർഭമാണ്. പക്ഷേ ഈ ലേഖനം അതിഗംഭീരമാണ്. അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങളെ എതിർക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പറഞ്ഞേക്കണതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സ് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു സബ് കോണ്ടിനെൻ്റ്, അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നും നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ, അതായത് പാകിസ്ഥാനിലാണെങ്കിലും ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഭൂട്ടയാണെങ്കിലും ഷെരീഫിൻ്റെ കുടുംബമാണെങ്കിലും അത്തരത്തിലുള്ള കുടുംബങ്ങളാണ് പാകിസ്ഥാൻ ഭരിക്കുന്നതെങ്കിൽ, ഇവിടെ നമുക്കറിയാം സിയ ആണെങ്കിലും അതുപോലെ ബംഗ്ലാദേശിൽ മറ്റ് ഷെയ്ഖ് കുടുംബങ്ങളൊക്കെ ആണെങ്കിലും അവരൊക്കെ തന്നെയാണ് ഈ ഭരണം കൈയാളുന്നത്. അപ്പം ഭരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് പാരമ്പര്യമായി കൈമാറേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അത് ഒരിക്കലും ചിലപ്പോൾ അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോ ജനങ്ങളുടെ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റണമെന്നില്ല, അവരോട് ഇടപഴകാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇത് കൂടാതെ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ കാര്യം, ഇങ്ങനെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിലൂടെ വരുന്ന ആളുകളായതുകൊണ്ടാണ് നിരവധി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അവർക്ക് ആ പാർട്ടിയുടെ തലപ്പത്ത് തന്നെ ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ്. പക്ഷെ അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശാലമായ അർത്ഥത്തിൽ പറയാം, ഞാനൊരു അക്കാഡമിക്കലി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് എന്നുള്ളത് പറയാം. പക്ഷേ ഇതിൽ അദ്ദേഹം വിട്ടുപോയി എന്ന് പറയും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു യെദ്യൂരപ്പ. അദ്ദേഹത്തിൻ്റെ 3 മക്കളും രാഷ്ട്രീയത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കർണാടകത്തിലെ യെദ്യൂരപ്പയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയായിട്ടുള്ള ബൊമ്മെ, അപ്പോൾ SR ബൊമ്മയുടെ മകനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ബസവരാജ ബൊമ്മയുടെ മകനായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിലേക്കെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെയൊക്കെ തലവനായിട്ടിരിക്കുന്ന
ജയ്ഷ 120 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അദ്ദേഹം അമിത്ഷായുടെ മകനാണ്. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്കല്ലെന്ന് പറയാം. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഞാൻ ഉന്നയിക്കുമ്പോൾ തരൂരിന് വേണമെങ്കിൽ പറഞ്ഞേക്കാവുന്ന ഒരു പോയിന്റുണ്ട്. ആ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി, അദ്ദേഹം പറഞ്ഞതെല്ലാം എന്ന് പറഞ്ഞത് ഇപ്പോൾ സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ, അതുപോലെ DMK, തൃണമൂൽ കോൺഗ്രസ്, ഇതുപോലെയുള്ള എല്ലാ പാർട്ടികളെയും കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അതെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളാണ്. പക്ഷേ BJPയെ കുറിച്ച് അദ്ദേഹം പറയാത്തതിന് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. കാരണം BJPയിൽ ഒരിക്കലും മുഴുവനായിട്ടുള്ള അധികാരം അങ്ങനെ ഒരാൾ മേടിച്ചെടുത്തിട്ടില്ല. ഇപ്പം നരേന്ദ്രമോദിക്ക് മകനില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മകൻ വന്നത് പിടിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹം സമീകരണം നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ഗാന്ധി കുടുംബത്തെ ഈ ബംഗ്ലാദേശിലെ സിയ കുടുംബങ്ങളും, അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ കുടുംബങ്ങളും, അതുപോലെ ബനസീർ ഭൂട്ടോയുടെ കുടുംബങ്ങളും ഷെരീഫിൻ്റെ കുടുംബങ്ങളുമായിട്ടൊക്കെയാണ് ഒരു സമീകരണം നടത്തിയേക്കുന്നത്. അതിലും ചെറിയ ശരികേടുണ്ട്. കാരണം അവർ വലിയ തോതിൽ ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ ഫാദർ ആണെങ്കിലും മുത്തശ്ശി ആണെങ്കിലും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊന്നും അദ്ദേഹം അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ലേഖനം ഗംഭീരമാണ്, അതിലെ ആശയങ്ങളൊക്കെ ഗംഭീരമാണ്. അതൊന്നും എതിർക്കൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഷിബിലി അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ആ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇത് സംഭവിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ നിന്നാണ്, അതായത് ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു ആൾ വന്ന് മത്സരിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി വന്ന ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്രെഡിബിലിറ്റി ബിൽഡിംഗ് നടത്തേണ്ട ആവശ്യമില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു വിശ്വാസത വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആ കുടുംബത്തിന് തന്നെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്രെഡിബിലിറ്റിയുടെ തലത്തിലുണ്ടാവും. രണ്ടാമത്തെ, അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, കൂടുതൽ വോട്ടുകൾ അട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തത്, അദ്ദേഹം ആ പോയിന്റ് വലിയ തോതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ഈ പരമ്പരാഗതമായി ഇത്തരം രാഷ്ട്രീയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണം അവർ വലിയ തോതിലുള്ള പണം സമാഹരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എളുപ്പമാണെന്നാണ്. മൂന്നാമത്തേത്, ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ മെഷീനറി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നത് എളുപ്പമാണ്. പിന്നെ രണ്ടാമത്തത്, ഒരു നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അതായത് നിരന്തരമായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി വർക്കേഴ്സ്, ലോക്കൽ തഗ്സിൻ്റെയും അതുപോലെ തന്നെ ഒരു വലിയ തോതിലുള്ള നെറ്റ്വർക്ക് അങ്ങനെ ഉണ്ടാവും. അതൊക്കെ തന്നെ ഒരു ഇനോർമസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ഒരു വലിയ തോതിലുള്ള അഡ്വാൻറ്റേജ് ഇവർക്ക് നേടിക്കൊടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ലേഖനത്തിൽ തന്നെ അടുത്തതാണ് ഏറ്റവും ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ലേഖനം നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള സകലരും വായിക്കേണ്ട ഒരു ലേഖനമാണ്. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം അടുത്ത് വായിക്കുന്നതെന്ന് പറയുന്നത് ഇതിനൊരു കൾച്ചറൽ എലമെൻ്റ് കൂടി ഉണ്ടെന്നാണ്. ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു എലമെൻ്റ് കൂടിയുണ്ട്. അതായത് നേരത്തെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, ഈ ജമീന്ദാർമാർ, വലിയ ലാൻഡ് ലോഡ്, അവരോടൊക്കെ വലിയ ലോയൽറ്റി, വിധേയത്വം ഉണ്ടായിരുന്ന ആളുകളാണ്. അതായത് ഫ്യൂഡൽ വിധേയത്വം നമുക്കെപ്പോഴും ഉണ്ട്. ആ വിധേയത്വം ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വിധേയത്വം കാണിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരോടാണ് എന്നാണ് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് ഈസ് സോ പവർഫുൾ ദാറ്റ് ഇറ്റ് ക്യാൻ ഓവർഷാഡോ ഈവൺ എ പുവർ ട്രാക്ക് റെക്കോർഡ് എനേബിളിംഗ് ദ ഡൈനാസ്റ്റീസ് ടു റിമൈൻ അറ്റ് ദ ഹെം ഓഫ് their political parties despite the successive electoral defeats എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോയൽറ്റിയും വിധേയത്വവും എത്രമാത്രം ശക്തമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് അവരുടെ പുവർ പെർഫോമൻസിനെയൊക്കെ തന്നെ ഇത് ഓവർഷാഡോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിധേയത്വം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ എത്ര തന്നെ ഇലക്ഷനുകളിൽ പരാജയപ്പെട്ടാലും ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കാൻ അതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വിധേയത്വം അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആർക്കെതിരെയുള്ള വിമർശനമാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജനറലി പറയാം, ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം കറക്റ്റല്ല എന്ന് ചോദിച്ചാൽ കറക്റ്റാണ്. പക്ഷേ ഇത് ആർക്കെതിരെയുള്ള വിമർശനമാണ്, ആരെങ്കിലും ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബീഹാറിൽ തന്നെ ഇത് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശശി തരൂർ എന്ന് പറയുന്ന പ്രവർത്തക സമിതി അംഗം, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. പക്ഷേ നല്ല രീതിയിൽ വോട്ട് പിടിച്ച ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തക സമിതി അംഗത്തിൻ്റെ തന്നെ അഭിപ്രായം ഇതാണ് എന്നുള്ളതാണ് അവിടെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണക്കാരായ ആളുകളൊന്നും ബാധിക്കില്ല, പക്ഷെ ഒരു എഡ്യൂക്കേറ്റഡ് ക്രൗഡിനിടക്ക് ഇത് വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത്
ഡ്രോയിങ് ഫ്രം എ സ്മോൾ ടാലൻറ്റ് പൂൾ ഈസ് നെവർ, ഈ പറയുന്ന പോലെ എന്താണ് നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഒരു ചെറിയ പൂളിൽ നിന്ന് ആളുകൾ എടുക്കുന്നത്, ടാലൻറ്റ് പൂളിൽ നിന്ന് ആളുകൾ എടുക്കുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല, അതൊരിക്കലും അഡ്വാൻറ്റേജ് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. നമ്മൾ കുറേ കൂടി ഈ പറയുന്ന പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നീഡുകൾ, അതായത് ഒരു മണ്ഡലത്തിൻ്റെ നീഡ്സ് ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ഹൈ ടൈമാണ് ഇന്ത്യ ഡൈനാസ്റ്റി മാറ്റിക്കൊണ്ട്, ഇന്ത്യ ട്രേഡഡ് ഡൈനാസ്റ്റി ഫോർ മെറിറ്റോക്രസി, അതായത് ഇന്ത്യ ഡൈനാസ്റ്റി മാറ്റിക്കൊണ്ട് മെറിറ്റോക്രസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് റിഫോംസ് കൊണ്ടുവരണം. ഒന്ന്, ഒരു ടൈം ലിമിറ്റ് കൊണ്ടുവരണം, അതായത് 1-2 തവണ ആളുകൾക്ക് മത്സരിക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ CPM ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടൈം ലിമിറ്റ് കൊണ്ടുവരണം. പിന്നെ മീനിങ് ഫുള്ളായിട്ടുള്ള പാർട്ടി ഇൻറ്റേർണൽ പാർട്ടി ഇലക്ഷൻസ് നടത്തണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായിട്ടുള്ള പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നുള്ളതാണ്. ഈ ലോയൽറ്റിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കുമല്ലോ, അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AICC പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിക്കുകയും 1000-ലേറെ വോട്ടുകൾ നേടുകയും ചെയ്തതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നും അത്ര അർത്ഥപൂർണമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അടുത്തത്, നാലാമത്തത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എംപവർ ദ ഇലക്ടറേറ്റ് ടു ചൂസ് ദ ലീഡേഴ്സ് ബേസ്ഡ് ഓൺ മെറിറ്റ്. അതായത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വോട്ടേഴ്സിനെ എംപവർ ചെയ്യണം, അവരെ പ്രാപ്തരാക്കണം, അവരെ ഈ പറഞ്ഞ പോലെ ശക്തി പകരണം. അതൊരൊറ്റ കാര്യത്തിനാണ്, കാരണം മെറിറ്റുള്ള ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമാണ്. ഇപ്പം അത്ര മെറിറ്റില്ലാത്ത ലീഡേഴ്സാണ്, അദ്ദേഹത്തിനെ പോലെ നല്ല മെറിറ്റോറിയസ് ആയിട്ടുള്ള ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കണമെന്നാണ്. ഇതെല്ലാം കഴിഞ്ഞത് അവസാനിക്കുന്നതും അതിഗംഭീരമായിട്ടാണ്. ആസ് ലോങ് ആസ് ഇന്ത്യൻ പൊളിറ്റിക്സ് റിമെയിൻസ് എ ഫാമിലി എൻ്റർപ്രൈസ്, അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരു രാഷ്ട്രീയ ബിസിനസ്സായി തുടരുന്നിടത്തോളം കാലം, ഒരു ഫാമിലി ബിസിനസ്സായി, കുടുംബ ബിസിനസ്സായി തുടരുന്നിടത്തോളം കാലം, ദ ട്രൂ പ്രോമിസ് ഓഫ് എ ഡെമോക്രസി, അതായത് ദ ട്രൂ പ്രോമിസ് ഓഫ് എ ഡെമോക്രസി, ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ളത് കനോട്ട് ബി ഫുള്ളി റിയലൈസ്ഡ്. ഒരു കാരണവശാലും അത്തരത്തിലുള്ളൊരു കാര്യം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ തവണത്തെയും ആർട്ടിക്കിൾ പോലെ അദ്ദേഹം വളരെ കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം, കൃത്യമായിട്ടുള്ള ധാരണകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ അദ്ദേഹം സ്റ്റേറ്റ് ലെവലിൽ പോലും BJP കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ BJP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ന്യായീകരിക്കാം. ഒരാളും അങ്ങനെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് പാർട്ടിയെ ഒന്നടങ്കം വിഴുങ്ങിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ പാർട്ടി ഒന്നടങ്കം വിഴുങ്ങിയിട്ടുള്ള ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ചാണെന്ന് പറയാം. പക്ഷേ ഇത് വളരെ കൃത്യമായി നമുക്കറിയാം ശിവലി, ഇത് അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ്റിന്, കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം കൂടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു ഉപദേശം കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. അതല്ല, വേണമെങ്കിൽ നമുക്കൊരു വിശാലമായ അർത്ഥത്തിൽ ഇത് അദ്ദേഹം മനോഹരമായ, ഇന്ത്യയിലെ എല്ലാവരും വായിക്കേണ്ട, ഇന്ത്യയിലെ എല്ലാ വോട്ടേഴ്സും പ്രബുദ്ധരാകാൻ വേണ്ടി വായിക്കേണ്ട ഒരു ലേഖനമാണെന്ന് കൂടി കാണാം. കോൺഗ്രസിന് ഇതിനകത്തുള്ള പ്രശ്നം, കോൺഗ്രസ് ഇതിന് ആരും മറുപടി പറയുമെന്നുള്ളതാണ്. സാർ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ശശി തരൂർ അടിക്കടി ഇങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ശശി തരൂർ പുറത്തേക്കാണ് ശിവലി. ഇപ്പം തന്നെ സത്യത്തിൽ പുറത്താണ്. ശശി തരൂരിൻ്റെ ഒപ്പം ആദ്യം തന്നെ കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ തന്നെ ആരുമില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് തന്നെ ഷിബിലി അറിയേണ്ടത് അദ്ദേഹം വലിയ തോതിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാലോ, കൊടിക്കുന്നിൽ സുരേഷ് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷിബിലിക്ക് അറിയില്ലെങ്കിലും, ഞാൻ നാട്ടുകാർക്കൊന്നും അറിയില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയും. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളും KPCC ഓഫീസിൽ വെച്ച് തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല തരത്തിലും. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം ഒരു ഒറ്റയാനാണ്. അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു കാരണവശാലും കിട്ടുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹം ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചതിന് ശേഷം ആ ഡിവൈഡ് കുറച്ചുകൂടി കൂടുതലായി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അദ്ദേഹത്തെ പോലെ ആൾക്ക് ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും സ്ഥാനങ്ങൾ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. കാരണം അങ്ങനെ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കാനൊരു സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ അനുകൂലിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ഇപ്പോൾ സിന്ദൂറിന് ശേഷം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഡെലിഗേറ്റിനെ അയക്കണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി കൊടുക്കേണ്ട ആദ്യത്തെ പേരുകളിലൊന്ന് തരൂരാണ്. കാരണം അങ്ങനെ തരൂരിനെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് കൃത്യമാണ്.
തരൂരിനെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടക്കുന്ന ഇലക്ഷനുകളിൽ സ്റ്റാർ ക്യാമ്പയിനറായി അദ്ദേഹത്തെ ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈവൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായില്ല. അതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം തരൂരിൻ്റെ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി എനിക്കുള്ള വലിയ വിമർശനം എന്താ വെച്ചാൽ തരൂർ ഒരു കാരണവശാലും ഈ ഇന്ത്യ ഇപ്പം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വരുന്നു, വോട്ട് ചോരി ആരോപണം വരുന്നു, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ വരുന്നു. പക്ഷെ അതൊന്നും തന്നെ തരൂർ വലിയ തോതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാനോ അദ്ദേഹത്തെ കേൾക്കുന്ന ഒരു ക്ലാസ്സിനോട് സംവദിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. പകരം അദ്ദേഹം പലപ്പോഴും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലാണെങ്കിലും അതിനു മുമ്പുണ്ടായിട്ടുള്ള പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ച കേസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളെ ഒരു ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. കോൺഗ്രസ് പക്ഷേ അതിനകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഗംഭീരമായി മറുപടി പറയാൻ പറ്റുന്ന ആളുകൾ കോൺഗ്രസിനകത്ത് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ പോലും മറുപടി പറഞ്ഞങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വലിയ പരിമിതി അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതാണ് വാസ്തവം.